70-ന്റെ ചെറുപ്പവുമായി ബാഡ്മിന്റൺ കോർട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാളിയുണ്ട് അബുദാബിയിൽ. തിരുവനന്തപുരം പാറ്റൂർ സ്വദേശി അബ്ദുൾ ലത്തീഫ്. ഇന്ത്യക്കും UAEക്കും വേണ്ടി നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച അബ്ദുൾ ലത്തീഫ് നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ലത്തീഫിന് പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ്. ഷട്ടിൽ കോക്കിന് പിന്നിൽ മിന്നൽ വേഗത്തിൽ പറന്നു കളിക്കുമ്പോൾ പ്രായം ഒരു വെല്ലുവിളിയേ അല്ല. 70-ന്റെ ചെറുപ്പമെന്ന് പറയും കൂട്ടുകാർ. ലത്തീഫ് ഭായ്, one of the most inspiring players for ISC as well as UAE. I mean, when we see him play, one of the main things what we observe is that he never puts much supports like us, you know. We have got supports on the knees, on the ankles, on the back, but he does not use much of those. And then absolutely, an inspiration for everybody, especially when he wins those great events, the veteran events from India. And that's what keeps us also going. And we wish him all the luck in all the tournaments and that he gets as many laurels as possible. പ്രവാസത്തിന്റെ ജോലി തിരക്കിനിടയിലും ബാഡ്മിന്റനെ പ്രണയിച്ച മലയാളിയാണ് തിരുവനന്തപുരത്തുകാരൻ അബ്ദുൾ ലത്തീഫ്. 42 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ UAEയിലെ എല്ലാ എമിറേറ്റുകളിലും കളിച്ച മലയാളി താരം. 1996 ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. ബട്ട് 1999 ഓൺവേർഡ്സ് ഐ ആം എമംഗ് ദ പ്രൈസ്. അപ്പോൾ 1999 I became 45+. Since then I started winning n number of tournaments. Thank God it still continues. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പ്രവാസി പ്രകാശ് പദുകോൺ എന്ന കായിക താരത്തോടുള്ള ആരാധനയിൽ 15-ാം വയസ്സിലാണ് ബാഡ്മിന്റൺ റാക്കറ്റ് കയ്യിലെടുക്കുന്നത്. ശേഷം ബാഡ്മിന്റൺ മാത്രമായി മനസ്സു നിറയെ. ആ സമയത്ത് പ്രകാശ് പദുകോണിനെ അനുകരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക എന്നുള്ളത് ഏതൊരു ബാഡ്മിന്റൺ പ്ലെയറിൻ്റെയും ഒരു ആഗ്രഹമാണ്, അതൊരു ഡ്രീമാണ്. അപ്പോൾ ആ സമയത്താണ് ഞാനും ഈ റാക്കറ്റ് കൈകൊണ്ട് തുടങ്ങുന്നത് അറ്റ് ദ ഏജ് ഓഫ് 15. അപ്പോൾ ഒരു 1978 or 79 ആ സമയത്താണ് പ്രകാശ് പദുകോൺ ലീപ്സിഗ് ഇങ്ങനെ ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പ്, പിന്നെ സ്വിസ് ഓപ്പൺ, ഡാനിഷ് ഓപ്പണൊക്കെ ജയിച്ചു വരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ പിന്നെ ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന അതുപോലെ തന്നെ ധാരാളം ആൾക്കാർ ഇതിനകത്ത് ഫോളോ ചെയ്യാൻ തുടങ്ങി. പരിശീലനവും മത്സരങ്ങളുമായി ജോലി തിരക്കിനിടയിലും പല നാടുകളിലും ചുറ്റി. 52 രാജ്യങ്ങളിലാണ് അബ്ദുൾ ലത്തീഫിന്റെ അടയാളം രേഖപ്പെടുത്തിയത്. ഒമാനിൽ നിന്നും മികച്ചൊരു ഓഫർ ലഭിച്ചപ്പോൾ ഹിന്ദുസ്ഥാൻ പേപ്പറിലെ കേന്ദ്ര സർക്കാർ ജോലി ഉപേക്ഷിച്ച് ലത്തീഫ് കപ്പൽ കയറി. അവിടെ നിന്നും പിന്നീട് UAEയിലേക്ക്. 1996 അബുദാബിയിലെ ഓയിൽ കമ്പനിയിൽ ഇൻസ്ട്രുമെന്റ് കൺട്രോൾ എഞ്ചിനീയറായി സേവനം ആരംഭിച്ചു. സിംഗിൾസിലും ഡബിൾസിലും നിറഞ്ഞ് പരിശീലകനായും ഉപദേശകനായും എല്ലായിടത്തുമെത്തി. 100 കണക്കിന് സ്വദേശികൾക്ക് പ്രൊഫഷണലായി ട്രെയിനിങ് കൊടുത്തതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് ലത്തീഫ് നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. ISCയുടെ ഒരു മേജർ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് എന്ന് പറയുന്നത് തന്നെ ബാഡ്മിന്റൺ ടൂർണമെന്റ്, അപെക്സ് ടൂർണമെന്റ്. അപെക്സ് ആണ് അത്. ഓൾ ദ വേ ദേ ആർ സ്പോൺസറിങ് ഇറ്റ്, ഹിഷാമിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ആ ടൂർണമെൻറ്റും കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ദെൻ ക്ലബ് ആക്ടിവിറ്റീസും ഇതിനൊന്നും നമുക്ക് മാറി നിൽക്കാനേ പറ്റില്ല. അത്ര കണ്ട് നമ്മൾ ജെല്ലായിപ്പോയി. അതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോകുക എന്ന് പറയുന്നത് ഗ്രേറ്റ് ലോസ്. വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ബട്ട് ഐ വിൽ കം ബാക്ക്. കേരള സ്റ്റേറ്റ് വെറ്ററൻസ് ബാഡ്മിന്റൺ ചാമ്പ്യൻസ് സിംഗിൾസിലും ഡബിൾസിലും വിജയം. 2017 കൊച്ചിയിൽ നടന്ന ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി നടന്ന ചാമ്പ്യൻഷിപ്പായിരുന്നു ഇത്. മെൻസ് സിംഗിൾസിലും ഡബിൾസിലും അബ്ദുൾ ലത്തീഫ് ഇന്ത്യക്കായി റാക്കറ്റ് പിടിച്ചു. 2019 പോളണ്ടിൽ നടന്ന ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ UAEക്ക് വേണ്ടി സിംഗിൾസിലും ഡബിൾസിലും ഈ മലയാളിയാണ് കോർട്ടിൽ ഇറങ്ങിയത്. 2024 കൊളംബോയിൽ നടന്ന സിലോൺ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസിൽ സ്വർണവും ഡബിൾസിൽ വെള്ളിയും നേടി. കൃത്യമായ പരിശീലനവും വ്യായാമവുമാണ് അബ്ദുൾ ലത്തീഫിന് 70-ന്റെ നിറവിലും ചുറുചുറുക്കും മത്സര വീര്യവും സമ്മാനിക്കുന്നത്. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് നമ്മളെയെല്ലാം ഓർമ്മപ്പെടുത്തും ലത്തീഫ്. തീർച്ചയായിട്ടും ഇപ്പൊ വെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് തന്നെയാണ്. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇപ്പൊ ധാരാളം കുറേ പണമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആശുപത്രി ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാമെന്നുള്ളതാണ്. ഹെൽത്ത് ഉണ്ടെങ്കിൽ. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത്. അതിനുവേണ്ടി ഓരോ
കായിക താരങ്ങളും ഓരോരുത്തരും അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതിന് ദാറ്റ് വിൽ ബി റിവാർഡഡ്. 100% ഇറ്റ് വിൽ ബി റിവാർഡഡ്. അഭിഭാഷകയായ ഭാര്യ ആബിദ, മക്കളായ മോസിൻ, മോമിൻ എന്നിവരുടെ കട്ട സപ്പോർട്ടും എന്നും കൂടെയുണ്ട്. പ്രാക്ടീസ്, ഫാമിലി സപ്പോർട്ട്, അല്ലെങ്കിൽ ഫാമിലി ഒരുമിച്ച് കൊണ്ടുനടക്കുക എന്നുള്ളത് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കാരണം കുട്ടികൾ, ഒരു ടീനേജ് കുട്ടികൾ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് അവരെ ഇങ്ങനെ വീട്ടിലാക്കിയിട്ട് റാക്കറ്റും അല്ലെങ്കിൽ കിറ്റും പൊക്കിക്കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല. വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു കേസിൽ എനിക്ക് ഫാമിലിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബാഡ്മിന്റൺ കോർട്ടിലെ സുഹൃത്തുക്കളാണ് മറ്റൊരു കരുത്ത്. ലത്തീഫ് നാട്ടിലേക്ക് സ്ഥിരതാമസം മാറുന്നതിന്റെ വേദനയിലാണ് ഈ സുഹൃത്തുക്കൾ. വെരി 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 ഗുഡ് പ്ലെയർ, നല്ലൊരു പ്ലെയറാണ്. ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു വളരെ വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. ഇപ്പോൾ ഈ വയസ്സ് എത്രയാണെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും വളരെ 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 വലിയൊരു പ്ലെയറാണ്. ഈ ഇടയ്ക്കും ഇവിടെ നാട്ടിൽ പോയി 1-2 ടൂർണമെൻറ്റുകളൊക്കെ വിൻ ചെയ്തു. അപ്പോൾ ഇനി അദ്ദേഹത്തിന് മാക്സിമം ആരോഗ്യവും എല്ലാം കൊടുത്തിട്ട് ദൈവം ഇതേണക്ക് തന്നെ നിർത്തട്ടെ എന്ന് ISCയുടെ പഴയ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഞാൻ പറയാം. അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ എല്ലാ വർഷവും ഒരുക്കുന്ന ISC അപെക്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കോക്കും റാക്കറ്റും പോലെ ലത്തീഫും ഒരു അവിഭാജ്യ ഘടകമാണ്. മത്സരത്തിന്റെ അമ്പയർ, ഓർഗനൈസർ, കമ്മിറ്റി അംഗം, ഇങ്ങനെ പല വേഷങ്ങളിലായി അദ്ദേഹം എല്ലായിടത്തും ഉണ്ടാകും. ബാഡ്മിൻ്റൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡെയിലി കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്പോർട്സാണ്. കളിക്കുന്നവർ ദേ ഹാവ് ടു ടേക്ക് ഇറ്റ് വെരി സീരിയസ്. ഇഞ്ചുറി ഇല്ലാണ്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്ന് പറയുന്നത് റെഗുലർ എക്സസൈസ്, അതായത് 4S മേക്സ് എ ബാഡ്മിൻ്റൺ പ്ലെയർ: സ്ട്രോക്ക്, സ്ട്രെങ്ത്, സ്പീഡ് ആൻഡ് ദെൻ സ്റ്റാമിന. അപ്പോൾ ഇത് ഇത്രയും ബിൽഡ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു ബെറ്റർ പ്ലെയർ ആവാം. ബാഡ്മിന്റൺ ടൂർണമെന്റിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ഗംഭീര യാത്രയയപ്പാണ് കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് നൽകിയത്. ഒരു വർഷമായിട്ട് ഇന്റർനാഷണൽ നമ്മുടെ മാസ്റ്റേഴ്സിൽ കളിക്കുന്നു. UAE റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയിലും ടൂർണമെൻറ്റ്സ് ജയിച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇന്റർനാഷണൽ ടൂർണമെൻറ്റ് ശ്രീലങ്കയിൽ ഒരു ടൂർണമെൻറ്റ് ലത്തീഫായി വിൻ ചെയ്തിട്ടുണ്ട്, മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ. പിന്നെ ഇത്രയും വർഷമായിട്ട് കളിക്കുന്നു, ഈ ഏജിലും ഇത്രയും ഫിറ്റായിട്ട് നിൽക്കുന്നു. അതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഈ മാസം 16 മുതൽ ഗോവയിൽ നടക്കുന്ന നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. ബാഡ്മിന്റൺ കോർട്ടിൽ കോണോട് കോൺ മാറി സെർവ് ചെയ്യുന്നത് പോലെ, ഷോർട്ട് സെർവും ലോങ് സെർവും പോലെ ഗെയിമുകൾ മാറി മറിയുന്നത് പോലെയാണ് ജീവിതമെന്ന് പറയും അബ്ദുൾ ലത്തീഫ്. എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് n number of trophies, hundreds of trophies എൻ്റെ ക്യാബിനറ്റിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഒരു മെഡൽ, ഒരു ഇൻ്റർനാഷണൽ മെഡൽ എനിക്ക് കിട്ടിയിരുന്നില്ല. അതിന് എപ്പോഴും ഞാൻ I was hoping for it. പക്ഷെ അത് മാറിക്കിട്ടുന്നത് ലാസ്റ്റ് ജൂലൈയിൽ സിലോൺ മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് പോയിട്ട് I won men's singles 70 and then doubles runners. ഇനിയിപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ I should be among the prize. That is my dream. ഗൾഫിൽ നിന്നും ഒരു ലോങ് സെർവിൽ നാട്ടിലെത്തിയാലും റാക്കറ്റും കോക്കും അബ്ദുൾ ലത്തീഫ് കൈവിടില്ല.